അപ്പൊ കാണാൻ പോകുന്ന സിനിമയുടെ പേര് കത്തി. ഒരുപാട് പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല. മെയിൻ ആയിട്ടുള്ളത് 1-2 പോസ്റ്റേഴ്സ് ആണ്. ഒരു മാസ് സിനിമ എന്നതിനപ്പുറം ആ പോസ്റ്റേഴ്സിൽ നിന്നൊന്നും വ്യക്തവുമല്ല. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, 2 വർഷം മുമ്പ് ഇതേ സംവിധായകൻ വിജയുടെ മറ്റൊരു പടം ചെയ്തിരുന്നു. പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് മാത്രമല്ല, സ്ഥിരം വിജയ് സിനിമ പോലെയേ ആയിരുന്നില്ല ആ പടം. പടത്തിന്റെ പേര് തുപ്പാക്കി. സംവിധായകൻ മുരുകദോസ്, നമ്മുടെ പഴയ ഗജനിയൊക്കെ എടുത്ത ആള് തന്നെ. എന്നാൽ പിന്നെ ആ ഒരു പ്രതീക്ഷയിൽ സിനിമയ്ക്ക് കയറി. സിനിമ തുടങ്ങി നായകന്റെ ഓടി വന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഈ ഒരു സംഭവം വിജയുടെ തന്നെ വേറെയും പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. കുറച്ചു കഴിഞ്ഞ് നായകൻ ജയിൽ ചാടുന്നു, നാട്ടിലെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വരുന്നു, നാട് വിടാൻ ഒരുങ്ങുന്നിടത്ത് നിന്ന് എയർപോർട്ടിൽ വെച്ച് നായികയെ കാണുന്നു. അതോടെ പോകാനുള്ള ടിക്കറ്റ് ക്യാൻസലാക്കി നായകൻ അവിടെ തന്നെ നിൽക്കുന്നു. പിന്നൊരു ഘട്ടത്തിൽ നായകൻ തന്റെ അതേ മുഖസാദൃശ്യമുള്ള ഒരാളെ ആക്സിഡന്റലി കാണാനിടയാവുന്നു. എന്നാൽ ക്രുക്കഡായ നായകൻ ബോധമില്ലാതെ കിടക്കുന്ന ഇയാൾക്ക് തന്റെ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടുകയും അയാളുടെ ഐഡന്റിറ്റിയിൽ ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് ഒരു കൊളുത്തു വന്നു. ഈ നായകൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച ആൾ ശരിക്കാരായിരുന്നു എന്നൊരു ആശ്ചര്യം. അങ്ങനെ അയാളുടെ ഐഡന്റിറ്റിയിൽ നായകൻ നാട്ടിൽ ജീവിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി 2 women vs 1 man എന്ന ടൈപ്പ് ഒരു ഫൈറ്റ്. 100% അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, തീർത്തു പുതുമയുള്ള, സ്റ്റൈലിഷായി കൊറിയോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫൈറ്റ്. ഇതും കൂടി ആയപ്പോൾ ആവേശം കൂടി. കാരണം യഥാർത്ഥത്തിൽ ഈ ടീം കൊല്ലാൻ വന്നത് മറ്റേയാളെയാണ്. അതിനു മാത്രം അയാൾ ആരാണ് എന്നൊരു തോന്നൽ. അതും കഴിഞ്ഞ് വില്ലൻ നായകനെ വിളിച്ചു കൊണ്ടുപോയി വലിയൊരു പൈസ ഓഫർ ചെയ്യുകയാണ്. നായകൻ സന്തോഷത്തോടെ അത് വാങ്ങിച്ചു പോരുകയും ചെയ്യുന്നു. നായകന്റെ ഈ പെരുമാറ്റം കണ്ട് വില്ലന്റെ മുഖത്ത് ചില എക്സ്പ്രഷൻസും ചില ഡയലോഗുകളും വരുന്നുണ്ട്. അതായത് ഇവനെപ്പോഴാണ് ഇങ്ങനെ മാറിപ്പോയത് എന്നുള്ളൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ വീണ്ടും ഓർക്കണം, ഈ പൈസ കൊടുത്തത് മറ്റേ ആൾക്കാണ്. ഇനിയാണ് സീൻ. ആ പൈസയും വാങ്ങിച്ചുകൊണ്ട് നായകൻ നേരെ ഒരു ആദരിക്കൽ ചടങ്ങിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് താൻ ആരുടെ കുപ്പായം അണിഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ള സത്യം നായകൻ തിരിച്ചറിയുന്നത്. ഒട്ടും ഓവറാക്കാതെ തന്റെ ക്യാരക്ടർ പിടിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിൽ വിജയ് ആ സീനിൽ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു അത്. അപ്പൊ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നായകൻ ഈ പണി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ പൈസ വില്ലനെ തന്നെ ഏൽപ്പിച്ച് മടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് നായകൻ ഒരു കോൾ വരുന്നത്. ഇനിയാണ് കളി, നമുക്കിനി ഇതിൽ തലയിടണ്ട എന്ന് നായകന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ടെങ്കിലും നായകൻ വണ്ടി തിരിക്കാൻ പറയുകയാണ്. ശേഷം ഓൾഡ് ഏജ് ഹോമിലെത്തിയ നായകൻ കാണുന്നത് അടികൊണ്ട് കിടക്കുന്ന ആ പാവങ്ങളെയാണ്. യെസ്, ഈ മൊമെന്റിൽ ഇവിടെയാണ് നമുക്കൊരു മാസ് ഹീറോയുടെ ആവശ്യം. എന്ന് വെച്ചാൽ തന്റെ ഇത്രയും കാലമുള്ള കരിയർ കൊണ്ട് ആ നടൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യപ്പെടാൻ പോകുന്ന മൊമെന്റ്. അങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ നായകൻ നോക്കുന്നതിനിടെ ഒരു വില്ലൻ വന്ന് നായകന്റെ തോളത്ത് കൈവെക്കുകയും പിന്നീട് അവിടുന്ന് ഞാൻ അങ്ങോട്ടൊന്നും പറയണ്ടല്ലോ, ആ പിടിച്ചവനെ തല്ലി താഴെയിട്ട് കൈയൊക്കെ ചുരുട്ടി നായകന്റെ ഒരു വരുത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അനിരുദ്ധിന്റെ വക വമ്പൻ കത്തിക്കലും. ഒടുക്കം എല്ലാവരെയും അടിച്ച് ക്ലിയർ ചെയ്ത് ഈ ആക്ടർ ഡയറക്ടർ കോംബോയുടെ കഴിഞ്ഞ പടത്തിൽ ഉപയോഗിച്ച അതേ ഇന്റർവെൽ പഞ്ച് ഇവിടെയും ആവർത്തിക്കുകയാണ്. അപ്പോഴേക്ക് ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി നമ്മളും തീരുമാനിക്കും, യെസ്, ഇനി ഇവിടെ ഇവൻ മതി. മറ്റേ പാവം വിജയ് വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാനാവില്ല. ഇവൻ തന്നെയാണ് ഇവിടെ ആവശ്യമെന്ന്. അങ്ങനെ നമ്മൾ ഇന്റർവെൽ ബ്ലോക്ക് എത്തുമ്പോഴേക്ക് ഫുൾ ചാർജ് ആവുന്നു.